വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പുല്ലുവില കൽപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഖാൻ യൂനിസിലും ഗസ സിറ്റിയിലും ആക്രമണം തുടരുന്നു. 30 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ ഹമാസിന് കൈമാറി. 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് നൽകിയ സാഹചര്യത്തിലാണിത്. അന്താരാഷ്ട്ര സമൂഹം ഹമാസിനെ തകർത്തില്ലെങ്കിൽ അത് തങ്ങൾ നടപ്പാക്കുമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. US ഉന്നത സൈനിക മേധാവി ഗസയിൽ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഗസ വിഷയം ചർച്ച ചെയ്യുമെന്ന് തുർക്കി അറിയിച്ചു. അതിനിടെ ലബനാൻ അതിർത്തി കടന്നും ഇസ്രായേൽ പ്രകോപനം തുടരുകയാണ്. MCA നാസർ ചേരുന്നു. നാസർ, കരാർ ഒന്നുമല്ലാതാകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ നമ്മൾ ഉയർത്തിയ ഇല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഖത്തർ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ആവശ്യങ്ങൾ ഇതിൽ കൂടുതൽ വ്യക്തത വേണം ഈ കരാറിലെന്നായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗസയിൽ ഇന്ന് സംഭവിച്ചത്? ഇതിന്റെ നിരന്തരമായിട്ടുള്ള ആക്രമണം ഇന്നും പല ഘട്ടങ്ങളിലായിട്ട് നടന്നു. ഖാൻ യൂനിസ്, അതോടൊപ്പം തന്നെ ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ആക്രമണം നടന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഏതാനും മരണം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പിന്നിട്ട ദിവസങ്ങളിൽ ഏതാണ്ട് 15 മണിക്കൂറിനുള്ളിൽ തന്നെ 100-ലധികം പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നേതൃത്വം വീണ്ടും ഏത് സമയം വേണമെങ്കിലും ആക്രമണം പുനരാരംഭിക്കുമെന്ന വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അന്തർദേശീയ സമൂഹം ഇക്കാര്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ആ പ്രക്രിയ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ശക്തമായി തന്നെ അത്തരം നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ യാതൊരു ആ തീരുമാനം നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെയാണ് ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. റഫ അതിർത്തി തുറക്കാനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഒരു നിലയ്ക്കും അംഗീകരിക്കേണ്ടതില്ല എന്നൊരു തീർപ്പിലെത്തുന്നു. അപ്പോൾ വെടിനിർത്തൽ എന്നത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തങ്ങളുടേതായിട്ടുള്ള ആക്രമണ പദ്ധതിയുമായിട്ട് തങ്ങളുടേതായിട്ടുള്ള മറ്റ് നടപടികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ നേതൃത്വം ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇന്നലെ രാത്രി കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്ന് 30 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കൈമാറാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചു. പക്ഷേ ഈ കൈമാറിയ മൃതദേഹങ്ങളിൽ പലതും ക്രൂരമായിട്ടുള്ള മുറിവേറ്റതിന്റെ പാടുകൾ ആ മൃതദേഹത്തിലുണ്ട്. അത് ശക്തമായിട്ടുള്ള അവരെ കൊലപ്പെടുത്തിയതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ മൃതദേഹത്തിൽ അവശേഷിച്ചതായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് പലസ്തീൻ നേതൃത്വം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 150ഓളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ പലസ്തീൻകാരുടേതായിട്ട് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത്. ഇനി 11 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടിയാണ് ഹമാസ് കൈമാറാനുള്ളത്. ആ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വലിയ ഉപകരണങ്ങൾ, ബുൾഡോസറുകളും മറ്റും തങ്ങൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ എത്രയും എളുപ്പത്തിൽ ആ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി കൈമാറാൻ ഒരുക്കമാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഉപകരണങ്ങൾ കൈമാറാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിട്ടില്ല. ആകെ ഇപ്പോൾ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും മേൽനോട്ടത്തിൽ മാത്രമാണ് ഒരു സഹായം ഇപ്പോൾ ഹമാസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും എത്തിക്കണമെന്ന അഭ്യർത്ഥനയും ഏറെക്കുറെ ഇസ്രായേൽ നിരാകരിച്ചിരിക്കുകയാണ്. ധന്യ. ഇവിടെ നേരത്തെ തന്നെ നമുക്കറിയാം സഹായങ്ങൾ ലഭിക്കാത്തതുമായി ഇപ്പോൾ ഭക്ഷണം, വെള്ളം, മരുന്നുൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭിക്കാത്തതിൽ എത്രത്തോളം ദുരിതത്തിലായിരുന്നു. പട്ടിണി മരണം, 500-ലധികം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം, പട്ടിണിയിലൂടെ മരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ സഹായങ്ങൾ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലും തടഞ്ഞു വെക്കുന്ന രീതിയാണ് തുടരുന്നത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? മാത്രവുമല്ല, മധ്യസ്ഥ രാജ്യങ്ങൾ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അമേരിക്ക വീണ്ടും പ്രതികരിച്ചു. ലോകരാജ്യങ്ങളിൽ അവസാന മാസത്തിൽ ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഗസയ്ക്ക് വേണ്ടി. ആ പ്രതിഷേധത്തിൽ നിന്ന് കാര്യങ്ങൾ പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ നിത്യം 600 ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടുക എന്ന ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗത്തിൽ വരികയുള്ളൂ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ അമേരിക്ക മനസ്സ് വെക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എളുപ്പത്തിൽ നടക്കേണ്ട ഒരു കൃത്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും അമേരിക്ക മുന്നോട്ട് പോകുന്നില്ല. ഹമാസിന്റെ വെടിനിർത്തൽ ലംഘിച്ചു എന്ന അർത്ഥത്തിലുള്ള കുറ്റപ്പെടുത്തലാണ് ട്രംപ് മുതൽ
അമേരിക്കൻ ഭരണകൂടത്തിലെ പ്രമുഖരൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫലത്തിൽ ഏതാണ്ട് 125-ലധികം തവണ ഈ വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രായേലാണ്. നിരന്തരമായിട്ട് ആ ലംഘനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 200-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. ഇതൊക്കെയും ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു സന്നദ്ധത പോലും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ ഈ പ്രശ്നങ്ങൾ അതിശക്തമായി തന്നെ അമേരിക്കക്ക് മുമ്പാകെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഈ കരാറിൽ ഒപ്പുവെച്ച 20 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ചേരാനിരിക്കുന്നത്. തുർക്കി മന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഗസയിലെ വെടിനിർത്തൽ കരാർ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യങ്ങളും ഈ തിങ്കളാഴ്ച ചേരുന്ന 20 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്യുമെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രി ഇന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും ഒരു ഭാഗത്ത് തുടരുമ്പോൾ പോലും ഇപ്പോൾ അമേരിക്കൻ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഗസയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തി. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് ഒരു വിദേശ സൈനിക നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ ആവിഷ്കരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ എത്ര രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇക്കാര്യത്തിലുണ്ടാവും, ഏതൊക്കെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സൈന്യത്തെ ഗസയിലേക്ക് അയക്കാൻ സന്നദ്ധമാവും എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഇപ്പോൾ പോലും തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ച ചേരുന്ന ഈ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തോടുകൂടി അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ധന്യ. ശരി, MC.